തമിഴ്നാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിൽ ജീവിക്കുന്ന ജാനു എന്ന സ്കൂൾ കുട്ടി. അവളാണെങ്കിലോ സിറ്റിയൊന്നും കണ്ടിട്ടേയില്ല. അതുകൊണ്ട് തന്നെ കാമുകനെ വിശ്വസിച്ച് കാമുകനൊപ്പം സ്കൂളിൽ പോകുന്നു എന്ന് കള്ളം പറഞ്ഞ് സിറ്റി കാണുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അവൾക്ക് അവിടെ സംഭവിക്കുന്നത് മറ്റൊന്നായിരുന്നു. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം 2019 റിലീസായ ചോല എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് റീച്ച് കിട്ടുവാനായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാനായിട്ട് മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ജാനകി എന്ന പെൺകുട്ടിയാണ് കാണിക്കുന്നത്. ജാനകി നമുക്ക് ജാനു എന്ന് വിളിക്കാം. ജാനു താമസിക്കുന്നതോ തമിഴ്നാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിലാണ്. അതുകൊണ്ട് തന്നെ അവളങ്ങനെ സിറ്റിയൊന്നും കണ്ടിട്ടേയില്ല. അവൾക്കൊരു കാമുകനുണ്ട്. കാമുകനാണെങ്കിലോ ജാനുവിനെ സിറ്റിയേക്ക് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് അവളെ വിളിക്കുക. സ്കൂൾ യൂണിഫോമിലാണ് ജാനു കാമുകനൊപ്പം പോകുന്നത്. അവർക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു വണ്ടി സൗകര്യം വേണമല്ലോ. അതിനായിട്ട് കാമുകനാണെങ്കിലോ താൻ ഓടിക്കുന്ന ജീപ്പിന്റെ ഓണറിനെ തന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആശാനെ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ആശാൻ കൂടെയുള്ളതൊന്നും ജാനുവിന് അത്ര ഇഷ്ടമാകുന്നതേയില്ല. ജാനു വിചാരിച്ചിരുന്നത് തന്റെ കാമുകനൊപ്പം കറങ്ങി നടക്കാമെന്നായിരുന്നു. പക്ഷേ ആശാന്റെ നോട്ടവും പ്രവൃത്തിയൊന്നും ജാനുവിന് അത്ര ഇഷ്ടമായില്ല. എന്നാലും കാമുകൻ അവളെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് ജീപ്പിൽ കയറ്റുകയാണ്. പക്ഷേ എന്നാലും ജാനുവിന് നല്ല ദേഷ്യമുണ്ടായിരുന്നു. ഒന്നും തന്നെ കാമുകനോട് മിണ്ടുവാനൊന്നും കൂട്ടാക്കുന്നതേയില്ല. കാമുകൻ ജാനുവിനൊപ്പം ജീപ്പിന്റെ പിറകിലത്തെ സീറ്റിലേക്ക് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ജാനുവിനാണെങ്കിലോ ആശാനെ ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ജാനു തന്റെ കാമുകനോട് ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. ആശാന് കേറിയപ്പോഴേ ജാനുവിന് ഇഷ്ടമായില്ല. ഇങ്ങനൊരു ആശാൻ കൂടെ കാണുമെന്ന് അവൾ കരുതിയതല്ലായിരുന്നു. പോകുന്ന വഴിയിൽ അവർക്ക് ഫുഡ് കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ ചെറിയൊരു തട്ടുകടയിൽ നിർത്തും. അധികം ആൾവാസമൊന്നുമില്ലാത്ത ഏരിയ ആയിരുന്നു അത്. ജാനു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തും കാമുകൻ അവളെ സമാധാനിപ്പിക്കുവാനായി നോക്കുന്ന സമയത്ത് അവൾ അവനെ അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ ഫുഡ് കഴിക്കുവാനായും കയറുന്നു. അതേസമയം ജാനു ടോയ്ലറ്റിൽ പോവുകയാണ്. എന്നാൽ അതാണെങ്കിൽ വലിയ അടച്ചുറപ്പൊന്നും ഇല്ലാത്ത ഷീറ്റൊക്കെ കൊണ്ട് മറച്ചൊരു ടോയ്ലറ്റ് ആയിരുന്നു. അതിനുള്ളിലാണെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് വൃത്തികേടൊക്കെയാണ് എഴുതി വെക്കുന്നത്. അതെല്ലാം സഹിച്ചാണ് ജാനു ടോയ്ലറ്റിൽ പോകുന്നതും. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ജീപ്പിൽ കയറി യാത്രയായി. യാത്ര ചെയ്യുന്ന സമയത്ത് കാമുകൻ എന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് അവളെ ഏകദേശം സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ജാനു ചിരിക്കുകയാണ്. കാമുകനും ഒരുപാട് സന്തോഷമായി. സിറ്റിയിലേക്ക് അവർ എത്തുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ജാനു സിറ്റിയൊക്കെ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ജാനുവിനുണ്ടായിരുന്നു. ജാനു യൂണിഫോമിൽ വന്നതുകൊണ്ട് തന്നെ അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റുവാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റൈൽസിലേക്ക് കയറുന്നു. പുതിയ ഡ്രസ്സൊക്കെ വാങ്ങി കൊടുക്കുകയാണ്. ഡ്രസ്സൊക്കെ വാങ്ങി ടെക്സ്റ്റൈൽസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആശാനില്ലായിരുന്നു. അതിന്റെ സന്തോഷം ജാനുവിനുണ്ട്. ജാനു തന്റെ കാമുകനൊപ്പം സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുകയും പിന്നെ നേരെ പോകുന്നത് ബീച്ചിലേക്കാണ്. ആദ്യമായിട്ടായിരുന്നു ജാനു ബീച്ച് കണ്ടത്. ബീച്ചിലധികം ആളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ രണ്ടാളും അവിടെ ഒരുപാട് നേരം സമയം ചിലവഴിക്കുകയാണ്. പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ഒരാൾ അവരെ വല്ലാതെ നോക്കുകയും അവരെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. കാമുകൻ എന്തൊക്കെയോ വശപ്പിച്ചൊക്കെ തോന്നും. ഉടനെ തന്നെ ആശാനെ വിളിക്കുകയാണ്. ആശാനെ, നിങ്ങൾ എവിടെയാ? എത്രയും വേഗം ഇവിടേക്ക് വരണം. ഒരാൾ ഞങ്ങളെ ഫോളോ ചെയ്യുകയാണെന്നും അവൻ ആശാനോട് പറയുന്നു. വന്ന സമയം മുതലേ ഇയാൾ എന്നെ വല്ലാതെ നോക്കുകയാണെന്നും ജാനു തന്റെ കാമുകനോട് പറയുന്നു. അതേ സമയമായിരുന്നു ബീച്ചിന്റെ പരിസരത്തേക്ക് പോലീസുകാരെത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിൽ നിന്നും ഒരുവിധം ജാനുവും കാമുകനും രക്ഷപ്പെടുക. അപ്പോഴേക്കും അവരെ കാത്ത് ആശാനും അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവർ വീണ്ടും ജീപ്പിൽ കയറി പോവുകയാ. ജാനുവിന്റെ അമ്മ രാവിലെ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ സ്കൂളിൽ പോകുന്നെന്ന് പറഞ്ഞാണ് ജാനു തന്റെ കാമുകനൊപ്പം സിറ്റി കാണുവാനായിട്ട് ഇറങ്ങിയത്. അമ്മ ജോലിക്ക് പോയിട്ട് വരുന്നതിന് മുൻപ് തന്നെ ജാനുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആക്കി കൊടുക്കാമെന്നും കാമുകൻ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ പ്രതീക്ഷയെല്ലാം തെറ്റി. നേരം ഒരുപാട് വൈകിയിരുന്നു. ഇനി എങ്ങനെയായാലും സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലേക്ക് എത്തുവാനായിട്ടും കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ ജാനുവിന് വല്ലാത്ത ടെൻഷനായിരുന്നു. അതേസമയം കാമുകനൊരു കോൾ വരുന്നു. കോളെടുത്ത് സംസാരിക്കുന്ന സമയത്താണ് ജാനുവിന്റെ നാട്ടില് ആകെ പ്രശ്നമായെന്നുള്ള കാര്യം കാമുകൻ അറിയുന്നത്. ജാനുവിന്റെ അമ്മ അവൾ എവിടെ പോയി എന്നുള്ള കാര്യം നന്നായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. അവളുടെ അമ്മ മാത്രമല്ല, നാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവളുടെ വീട്ടിലും നാട്ടിലുമൊക്കെ ആകെ പ്രശ്നമാണ്. ഇനി എന്തായാലും ജാനുവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്നറിയാത്ത കാമുകനാണെങ്കിൽ ആശാനോട് ഈ ഒരു കാര്യം പറയുന്നു. അവിടെ ആകെ പ്രശ്നമായി. ഇനി എന്ത് ചെയ്യുമെന്ന് അവൻ ചോദിക്കുന്ന സമയത്ത്, ഇനി ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. എന്ത് വേണമെന്ന് ഞാൻ നോക്കിക്കോളാം. ഈ ഒരു കാര്യം ആ പെണ്ണിനോട് പറയരുത്. അവൾ ഇനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കിടന്ന് കരയാൻ തുടങ്ങും. പിന്നെ അവളെ സമാധാനിപ്പിക്കാനേ സമയം കാണൂ. ഇനി ഞാൻ പറയും, നിങ്ങൾ അനുസരിക്കും. മിണ്ടാതെ ജീപ്പിൽ കയറി ഇരുന്നോളണമെന്നും ആശാൻ പറയുന്നു. ജീപ്പിൽ പോകുന്ന സമയത്തെല്ലാം എന്താ, എന്തു പറ്റി, വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ജാനു ചോദിച്ചുകൊണ്ടേയിരുന്നു. ജാനു ആണെങ്കിൽ വല്ലാത്ത ടെൻഷൻ അടിക്കുന്ന ടൈപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ സംസാരവും പിറുപിറുത്തുള്ള സംസാരമൊന്നും ആശാനത്ര ഇഷ്ടമായതേയില്ല.
എടി പെണ്ണെ, ഒന്നും മിണ്ടാതിരിക്കെ. നിന്റെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു. ഇനി നിനക്ക് വീട്ടിലേക്ക് തിരികെ പോകാൻ കഴിയില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുവാനായിട്ടും ആശാൻ വിരട്ടും. അത് കേട്ടതും ജാനു ആകെ തകർന്നു പോകുന്നു. എനിക്കെന്റെ വീട്ടിലേക്ക് പോകണം. നീ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്. നീ എന്നെ നേരത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ ബഹളം വെക്കുന്നു. അങ്ങനെ ആശാൻ നേരെ എത്തുന്നത് ഒരു ലോഡ്ജിലേക്കാണ്. ലോഡ്ജിൽ റൂം എടുക്കാമെന്നും ആശാൻ പറയുന്നു. പക്ഷേ ജാനു പറയുന്നത്, എന്നെ ഇവിടെയൊന്നും താമസിപ്പിക്കണ്ട. എനിക്ക് എന്റെ അമ്മയെ കാണണം. എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കുവാനായും പറഞ്ഞ് അവൾ ബഹളം വയ്ക്കും. എന്നാൽ ജാനുവിന്റെ സംസാരമൊക്കെ കേട്ട് ദേഷ്യം വന്ന ആശാനാണെങ്കിലോ, ഇനി നിങ്ങൾക്ക് നാട്ടിലോട്ട് പോകാൻ കഴിയത്തില്ല. അവിടെ ആകെ പ്രശ്നമാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്നെ ഇടിച്ചു പിഴിയുമെന്നും കാമുകനോട് പറയുന്നു. ആശാൻ ദേഷ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആശാനെ അനുസരിക്കുവാനായിട്ട് കാമുകനും ജാനുവും തീരുമാനിക്കും. ഒരു റൂമാണ് എടുത്തിരിക്കുന്നത്. ആശാൻ പറയുന്നത് ആശാൻ ജീപ്പിൽ കിടക്കാമെന്നാണ്. അങ്ങനെ ആശാൻ ഒരുപാട് വയലന്റ് ആകുന്നത് കൊണ്ട് തന്നെ കാമുകനും ജാനുവും ആശാൻ പറയുന്നതനുസരിച്ച് ആശാനെ ഫോളോ ചെയ്ത് റൂമിലേക്ക് എത്തുകയാണ്. ആശാനാണെങ്കിലോ ടോയ്ലറ്റിലേക്കും പോകുന്നു. അവർ കരുതിയത് ആശാനും അവർക്കൊപ്പം ആ ഒരു റൂമിൽ കാണുമെന്ന. പക്ഷേ ആശാനാണെങ്കിൽ കുളിച്ച് റെഡിയായി താഴേക്ക് ഇറങ്ങി പോവുകയാ. രണ്ടാളും കിടന്നു. നാളെ രാവിലെ വീണ്ടും യാത്ര തിരിക്കാനുള്ളതാണെന്നും ആശാൻ പറയുന്നു. പക്ഷേ ജാനുവിന് വല്ലാത്ത ടെൻഷനായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന അവസ്ഥയാ. ജാനു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കാമുകൻ അവളെ സമാധാനിപ്പിക്കുവാനായി ശ്രമിക്കും. പക്ഷേ ജാനു കരച്ചിലോട് കരച്ചിൽ. അതേസമയം ആരോ ഡോറിൽ മുട്ടുകയാ. കാമുകൻ ചെന്ന് ഡോറ് തുറക്കുന്നു. അപ്പോൾ കാണുന്ന കാഴ്ച, ദേ ആശാൻ വന്ന് നിൽക്കുന്നു. അകത്തേക്ക് കയറിയ ആശാനാണെങ്കിൽ, ആ നീ പോയി എന്തായാലും കഴിക്കാനുള്ള ഫുഡും ഒരു കുപ്പിയും എടുത്തുകൊണ്ട് വരുവാനായിട്ട് കാമുകനോട് പറയുന്നു. ഫുഡൊന്നും ഇനി വേണ്ട, നാളെ രാവിലെ നമ്മൾ പോകില്ലേ എന്നൊക്കെ കാമുകൻ പറയുമ്പോഴും നീ ചെന്ന് വാങ്ങിക്കൊണ്ട് വാടാ എന്ന് പറഞ്ഞ് ആശാൻ വിരട്ടുകയാണ് ചെയ്തത്. ആശാൻ രണ്ട് സൗണ്ട് എടുക്കുന്ന സമയത്ത് കാമുകൻ അങ്ങ് പേടിക്കുക. ആശാനെ പേടിച്ച് അവൻ പോകുവാനായിട്ടും തയ്യാറാകുന്നു. എന്നാൽ പോകരുതേ, പ്ലീസ് പ്ലീസ് എന്ന് ജാനു പറയുന്നുണ്ട്. പക്ഷേ ആശാനെ പേടിച്ച് അവന് പോകേണ്ടി വന്നു. അവൻ ഇറങ്ങിയ സമയം തന്നെ ആശാൻ ഡോറടച്ച് ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ജാനുവിനോട് പോയി കുളിക്കുവാനായിട്ടും പറയും. ജാനു പേടിച്ച് പേടിച്ച് തന്റെ ബാഗും എടുത്ത് കുളിക്കുവാനായിട്ട് ബാത്റൂമിലേക്ക് കയറുന്ന സമയം തന്നെ വീണ്ടും ആരോ ഡോറിൽ മുട്ടുന്നു. കതകു തുറക്കുമ്പോഴോ ദേ കാമുകൻ. ജീപ്പിന്റെ താക്കോലിങ്ങതാ, ഞാൻ പോയിട്ട് വേഗം വരാലോ എന്ന് പറയുമ്പോൾ, ഏയ് അതൊന്നും വേണ്ട, ഇവിടെ നിന്നും നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നീ നടന്നുപോയി വാങ്ങിക്കൊണ്ട് വരുവാനായിട്ടും ആശാൻ പറയുന്നു. പോകാതെ അവിടെ നിന്ന കാമുകനോട് വീണ്ടും രണ്ട് ശബ്ദം എടുക്കുമ്പോൾ പേടിച്ചവൻ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. ഉടനെ തന്നെ ആശാനാണെങ്കിലോ കതക് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ജാനുവിനോട് കുളിക്കുവാനായിട്ടും പറയുകയാണ്. ബാത്റൂമിലേക്ക് കയറിയ ജാനുവാണെങ്കിൽ വായ പൊത്തിപ്പിടിച്ച് കരയുന്നു. അവൾക്കാണെങ്കിൽ വല്ലാത്ത പേടി. എന്നാൽ കാമുകനാണെങ്കിൽ റോഡിലൂടെ ഓടി പോവുകയാണ്. അടുത്തൊന്നും കടയില്ലായിരുന്നു. മാത്രവുമല്ല, നേരം ഒരുപാടായതുകൊണ്ട് തന്നെ എല്ലാ കടകളും അടച്ചിരുന്നു. ബിവറേജിലെത്തുന്ന സമയത്ത് വലിയ ക്യൂവും. ആ ക്യൂ നിന്നിട്ട് വേണം ഇനി ബിവറേജിൽ നിന്ന് സാധനം വാങ്ങുവാനായിട്ട്. ആകെ ടെൻഷനായി കാമുകന്. അതേസമയം ബാത്റൂമിലിരുന്ന് കരയുന്ന ജാനുവിനോട്, എന്താ നീ കുളിക്കുന്നില്ലേ എന്ന് ആശാൻ ചോദിക്കുന്നു. പേടിച്ച ജാനുവാണെങ്കിൽ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഉടനെ തന്നെ ടാപ്പ് തുറന്നു വിടുകയാണ്. അവളുടെ കയ്യിൽ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സും പിന്നെ മറ്റൊരു ഡ്രസ്സും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവൾ ആ യൂണിഫോമിൽ തന്നെ നനയുക. കരഞ്ഞുകൊണ്ടാണ് അവൾ നനയുന്നത്. അതേസമയം കാമുകനാണെങ്കിൽ ഫുഡൊക്കെ വാങ്ങുവാനായിട്ടുള്ള തത്രപ്പാടിലും. ഒരുവിധം കുപ്പിയൊക്കെ വാങ്ങിയിട്ട് ഫുഡ് വാങ്ങുവാനായി പോവുകയാണ് കാമുകൻ. അതേസമയം നനഞ്ഞ വേഷത്തിൽ ബാത്റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി വരികയാണ് ജാനു. ജാനുവിന്റെ മുന്നിലായിട്ട് ആശാന് വന്ന് നിൽക്കുകയാണ്. ആ ഒരു സീൻ അവിടെ കട്ടായി പിന്നീട് കാമുകനെ കാണിക്കും. കാമുകനാണെങ്കിലോ ഫുഡും വാങ്ങി കുപ്പിയും വാങ്ങി ലോഡ്ജിലേക്ക് ഓടി വരികയാണ്. ഓടി വന്ന് ഡോറിൽ മുട്ടുമ്പോൾ ആശാൻ ഊരിയ ബന്യൻ തോളിലിട്ടുകൊണ്ടാണ് റൂമിൽ നിന്നും ഇറങ്ങി പോകുന്നത്. ജാനുവിനെ അവിടെ മുഴുവൻ നോക്കുന്നു. ബാത്റൂമിന്റെ ഡോറ് തുറന്നു നോക്കുമ്പോഴോ അർദ്ധനഗ്നയായിരിക്കുന്ന ജാനുവിനെയാണ് കാമുകൻ കണ്ടതും. അതോടുകൂടി കാമുകന് കാര്യം മനസ്സിലായി. അവൻ ആകെ തകർന്നു പോവുകയാണ്. ഞാൻ കാരണമാണല്ലോ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറഞ്ഞാണ് അവൻ കരയുന്നത്. എന്നിട്ട് നേരെ ആശാൻ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി ചെല്ലുന്നു. ആശാനെ, എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? അവളൊരു പാവം പെണ്ണല്ലേ എന്ന് പറഞ്ഞ് അവൻ കരയുന്നു. എന്നാൽ ആശാനാണെങ്കിൽ അവന് നേരെ ദേഷ്യപ്പെടുന്ന സമയത്ത് അവൻ പേടിച്ചു പോവുകയാണ്. പേടിച്ചവൻ വീണ്ടും ജാനുവിനടുത്തേക്ക് വരുന്നു. എന്നാൽ ഡോറ് ലോക്ക് ചെയ്തിരിക്കുക. എത്ര തന്നെ തട്ടിയിട്ടും ഡോറ് തുറക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ കാമുകൻ ആ ഡോറിന്റെ മുന്നിലിരുന്ന് ഉറങ്ങുകയാണ്. രാവിലെ ആയതും വീണ്ടും ഡോറിൽ തട്ടുന്നു. പക്ഷേ ഒരൊച്ചയും അനക്കമൊന്നും റൂമിൽ നിന്ന് കേൾക്കുന്നതേയില്ല. അതുകൊണ്ട് തന്നെ പേടിച്ച കാമുകനാണെങ്കിൽ നേരെ ആശാനടുത്തേക്ക് ചെല്ലുന്നു. ആശാനെ, അവൾ കതകൊന്നും തുറക്കുന്നില്ല. അകത്തു നിന്നും ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്നും കാമുകൻ പറയും. ആശാൻ നേരെ റൂമിന്റെ പരിസരത്തേക്ക് വന്നിട്ട് ഡോറിൽ മുട്ടിയിട്ട് വാതിൽ തുറക്കുവാനായിട്ട് പറയുന്നു. ആശാന്റെ ശബ്ദം കേട്ടതും ജാനു വാതിൽ തുറക്കുകയാണ്. വേഗം റെഡിയാവ്, നമുക്ക് പോകണമെന്നും ആശാൻ പറയുന്നു. അതോടെ ജാനു ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായി വീണ്ടും ജീപ്പിൽ വന്ന് കയറുകയാണ്. അങ്ങനെ അവർ വീണ്ടും യാത്ര തുടരും.
ജീപ്പിലിരിക്കുന്ന സമയമെല്ലാം ജാനു വല്ലാത്ത കരച്ചിലായിരുന്നു. വീട്ടിൽ ഇനി പോകണ്ട എന്ന് പറഞ്ഞാണ് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതും. മാത്രവുമല്ല, കാമുകൻ അവളെ തൊടാനും സമാധാനിപ്പിക്കാനുമൊക്കെ ശ്രമിക്കുമ്പോൾ അവനെ ഒന്ന് തൊടുവാൻ പോലും അവൾ സമ്മതിക്കുന്നതേയില്ല. എന്നാൽ ഇതെല്ലാം കാണുന്ന ആശാന് വല്ലാത്തൊരു പുച്ഛഭാവമായിരുന്നു. അവൾ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോകണ്ട എന്ന് പറയുന്നതൊക്കെ ആശാന് മനസ്സിലായി. കാരണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി വീട്ടിലേക്ക് പോകുന്നത് എന്തിന് എന്നൊരു മട്ടാണ് ആശാന്. എന്നാൽ അതേസമയം ജാനു ഛർദ്ദിക്കുന്നു. അത് കാണുന്ന ആശാന് വല്ലാതെ അറപ്പ് തോന്നുകയും ഒരു തുണിയെടുത്ത് പുറകിലോട്ട് ഇട്ടുകൊടുത്ത ആശാൻ അതൊക്കെ വൃത്തിയാക്കുവാനായിട്ടും കാമുകനോട് പറയുന്നു. കാമുകൻ അതെല്ലാം വൃത്തിയാക്കുകയാണ്. മാത്രമല്ല, ജാനുവിനെ നല്ല കെയറോട് കൂടിയാണ് നോക്കുന്നതും. പക്ഷേ ജാനു അവനെ ഒന്ന് തൊടുവാൻ പോലും സമ്മതിക്കുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിൽ ജീപ്പിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് ജാനു. അവൾക്ക് വീട്ടിലേക്ക് പോകണ്ട എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ കാമുകൻ അവളോട് കെഞ്ചി കാലുപിടിച്ച് ജീപ്പിൽ വന്ന് കയറുവാനായിട്ട് പറയും. പക്ഷേ ജാനു അവനെ തിരിച്ച് തല്ലുക. അതേസമയം അതെല്ലാം കണ്ട് ദേഷ്യം വന്ന ആശാനാണെങ്കിൽ ജീപ്പിൽ നിന്നും ഇറങ്ങി വന്ന് അവളെ വലിച്ചിഴച്ച് ജീപ്പിലേക്ക് കയറ്റുന്നു. എന്നാൽ അതുവഴി പോകുന്ന സൈക്കിളിൽ പോകുന്ന ഒരു മുത്തശ്ശനാണെങ്കിൽ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, എനിക്കെന്താ എന്ന മട്ട. ജീപ്പിലേക്ക് കയറിയ ആശാൻ നേരെ പോകേണ്ടതിന് പകരം നേരെ അവിടെ നിന്നും ജീപ്പ് വളച്ച് പാറയുടെ മുകളിലേക്കൊക്കെ പോവുക. ആശാനെ, എവിടെയാ പോകുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ കാമുകൻ പറയുമ്പോഴോ ആശാൻ അതിന് മറുപടി കൊടുക്കാതെ നേരെ ജീപ്പും കൊണ്ട് ഒരു കാടിനുള്ളിലേക്ക് കയറുന്നു. അതെല്ലാം കാണുന്ന കാമുകന് വല്ലാതെ പേടിയാവുകയാ. കാട്ടിലെത്തിയ ആശാൻ ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയിട്ട് നടന്നു പോവുകയാ. ജാനു ആശാന്റെ പിറകെ തന്നെ പോകുന്നു. എന്താണ് ഇവളിങ്ങനെ ചെയ്യുന്നതെന്ന് കാമുകന് മനസ്സിലാകുന്നതേയില്ല. പക്ഷേ കാമുകനെ ഒന്ന് തൊടുവാൻ പോലും അവൾ സമ്മതിക്കുന്നില്ല. അതിന് പിന്നിലെ കാരണമെന്തെന്നാൽ അവളുടെ സ്ഥലം തമിഴ്നാടല്ലേ. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കൊക്കെ ഒരാൾ തന്റെ ദേഹത്ത് തൊട്ടുകഴിഞ്ഞാൽ പിന്നീട് അവരാണ് അവളുടെ ഭർത്താവ്. തന്റെ ദേഹത്ത് തൊട്ട പുരുഷൻ എന്ത് പറയുന്നോ എന്ത് ചെയ്യുന്നോ അതൊക്കെ അനുസരിച്ചാണ് പിന്നീട് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആശാന്റെ പിന്നാലെ ജാനു പോകുന്നത്. നീ എന്തിനാ ഈ ഭ്രാന്ത് കാണിക്കുന്നതെന്നൊക്കെ ജാനുവിനോട് കാമുകൻ ചോദിക്കുന്നു. പക്ഷെ അതൊന്നും കേൾക്കാതെ ആശാന് പിന്നാലെ പോവുകയാണ് ജാനു. എന്നാൽ കാമുകൻ പിന്നാലെ വന്നിട്ട് നീ അയാൾക്കൊപ്പം പോയി കഴിഞ്ഞാൽ അയാൾ നിന്നെ കൊണ്ടുപോയി കൊല്ലുകയേ ചെയ്യൂ. നീ പോകരുതെന്ന് പറഞ്ഞ് തടയുവാനായി നോക്കിയിട്ടും നടക്കുന്നതേയില്ല. പക്ഷേ ജാനു ആശാന്റെ പിന്നാലെ പോകുന്നു. എന്നാൽ ആശാനാണെങ്കിലോ ജാനുവിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും ജാനുവുമായിട്ട് ഒരുപാട് നേരം എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. മാത്രവുമല്ല, ആശാൻ അവളെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവളുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണ്. ഇതെല്ലാം മാറി നിന്ന് കാമുകൻ കാണുന്നു. അവൻ പൊട്ടിക്കരയുകയാണ്. അവൻ കാരണമാണല്ലോ ഇതെല്ലാം സംഭവിച്ചത് എന്നായിരുന്നു അവന്റെ മനസ്സിൽ. ആശാന്റെ പ്രവൃത്തിയിൽ മനംനൊന്ത ജാനു എന്തു ചെയ്യുമെന്നറിയാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ സമയമായിരുന്നു കത്തിയുമായിട്ടെത്തിയ കാമുകനാണെങ്കിൽ വെള്ളത്തിലിട്ട് ആശാനെ കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് ജാനുവിനടുത്തേക്ക് വന്നിട്ട് ഞാൻ അയാളെ കൊന്നുവെന്ന് ജാനുവിനോട് പറഞ്ഞ് കരയുകയാണ്. ആശാനെ കൊന്നതില് സമാധാനത്തിലിരിക്കുകയാണ് കാമുകൻ. അതിനുശേഷം മുഖം കഴുകുവാനായിട്ടും കാമുകൻ പോകുന്നു. എന്നാൽ ജാനു ആണെങ്കിലോ മരിച്ചു കിടക്കുന്ന ആശാനടുത്തേക്ക് എത്തിയിട്ട് അവൾ പൊട്ടിക്കരയുകയാണ്. അവളുടെ ഭർത്താവ് മരിച്ചാൽ എങ്ങനെയായിരിക്കുമോ അവൾ കരയുന്നത്, അതുപോലെ തന്നെയാണ് അവൾ കരയുന്നത്. എന്നാൽ ഉടനെ തന്നെ മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന കാമുകനടുത്തേക്ക് ഒരു വലിയ കല്ലുമായെത്തിയ ജാനു ആണെങ്കിൽ അവന്റെ തലയിൽ കല്ലുകൊണ്ടിടിച്ച് അവനെ കൊലപ്പെടുത്തുന്നു. ഈ ജാനു എന്തിനാണത് ചെയ്തതെന്നറിയത്തില്ല. ഒന്നുകിൽ അവളുടെ മനസ്സിൽ അവളുടെ ഭർത്താവിനെ കൊന്നവൻ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാകാം. അങ്ങനെ ജാനു ആ കാട്ടിൽ തന്നെ ഇരിക്കുകയാണ്. കാമുകനും മരിച്ചു, ആശാനും മരിച്ചു. എന്ത് ചെയ്യുമെന്നറിയാതെ ഒറ്റപ്പെട്ടിരിക്കുന്ന ജാനുവിനെയും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.